ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പഴമയാർന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പിരിയട എന്ന് പറയും, കടലപ്പരിപ്പിൻ്റെ അട എന്ന് പറയും, മധുരട എന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ വേണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഓയിൽ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു ഔട്ടർ ലെയർ നമുക്ക് കിട്ടും. ഇനി അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അതൊരു ഡോ ആക്കി മാറ്റാം. ഇപ്പം ഇതാ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി അതിനാവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ വേണ്ടത് കടലപ്പരിപ്പാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പ് 2 മണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവാൻ പാടില്ല, കറക്റ്റ് പാകത്തിന് മാത്രമേ വേവാൻ പാടുള്ളൂ. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉടഞ്ഞ പോലായിട്ട് ആ ഫില്ലിങ് രസം ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് പാകത്തിന് അതൊന്ന് വെന്തെടുക്കാം. അപ്പോൾ ഇതാ കടലപ്പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കൈമ എടുത്തിട്ട് അതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതൊന്നും ഇങ്ങനെ കട്ടായിട്ട് വരുന്ന വിധത്തിൽ വേണം വേവാൻ വേണ്ടിയിട്ട്. നന്ന പ്രസ്സായി ഉടഞ്ഞു പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. ഇനി അതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളഞ്ഞെടുക്കുക, ഒന്ന് സ്ട്രെയിൻ ചെയ്യുക. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു 5 മിനിറ്റ് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ പഞ്ചസാരയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം അതൊന്ന് ഇറങ്ങി വരും. അപ്പം ആ വെള്ളം കൂടി നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ. ആ വെള്ളവും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതാ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോല് ബോളാക്കി എടുക്കുക. നമുക്കത് പരത്തിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിയ ബോൾ തന്നെ ആക്കി എടുക്കുക. വലുതായിട്ട് നമ്മൾ പരത്തിയിട്ട് അതിങ്ങനെ റൗണ്ട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പിൽ മൈദ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. തൊലി നമുക്ക് നല്ല തിന്നായിട്ടാണ് വേണ്ടത്. നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അത് റൗണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു സൈഡിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ശേഷം അത് ഇതുപോലെ മടക്കി അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിക്ക് ആയിക്കോളും. ആ സൈഡിൽ നമുക്കൊന്ന് പിരിയെടുത്ത് കൊടുക്കാം. ഇതുപോലെ പിരിയെടുക്കാന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അച്ചൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പൊ അതിലൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അതുപോലെ അച്ചുണ്ടെങ്കിൽ അതിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഔട്ടർ ലെയർ കിട്ടുള്ളൂ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള തൊലിയായിരിക്കും, ഉള്ളിൽ നല്ല ജ്യൂസി ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.